പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് പേജിലും ഈ വെള്ളിയാഴ്ച സമയം അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ മുമ്പാകെ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയത്തെങ്കിൽ നിങ്ങളുമായി തിരുവഴുത്തിലെ ഒരു വേദഭാഗത്തിൽ നിന്നും ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ JCNDSD യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഒരു ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ 2019 മുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരു ഉത്തരമേ പറയുവാനുള്ളൂ. ലോകത്തിൽ നാമധേയ ക്രിസ്ത്യാനികൾ അനവധിയുണ്ട്. പട്ടത്ത സഭകൾ തുടങ്ങി പെന്തക്കോസ്റ്റൽ സഭകൾ വരെയും അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ ഒന്ന് തന്നെ അവർ മുറുകെ പിടിച്ചിരിക്കുന്നു. വിഗ്രഹങ്ങളുടെയും ബലികളുടെയും അങ്ങനെയുള്ള ചില ആരാധനാക്രമത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് മാത്രമേ ഞങ്ങൾക്ക് ഇത്തരം സഭകൾ തമ്മിൽ കാണുവാനുള്ളൂ. എന്നാൽ യെരൂശലേമിൽ 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനവും അതിനുശേഷം താൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയച്ചുകൊണ്ട് യെരൂശലേമിൽ പെന്തക്കോസ്ത പെരുന്നാൾ ദിവസം ആരംഭിക്കപ്പെട്ടതായ യഥാർത്ഥ ക്രിസ്തു യേശുവിൻ്റെ സത്യസഭ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമാകുന്ന വിശുദ്ധ സഭ യെരൂശലേമിൽ ആരംഭിച്ചിട്ട് ഇന്ന് 2000-ഓളം വർഷം അടുക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം അധികം വൈകാതെ തന്നെ ദൈവസഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ കടന്നുകൂടി എന്നുള്ള കാര്യം ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ഇത് കേവലം ചരിത്രത്തിൻ്റെ തെളിവ് നമുക്ക് വിശ്വസനീയമല്ല എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രവചനാത്മാവിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും അതിൻ്റെ റെഫറൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടിട്ട് പോവുകയാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നെ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലും അന്നത്തെ സഭയിൽ തന്നെ ഇത്തരം ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവർ അവസാനിപ്പിക്കുന്ന കർമ്മങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരിയുന്ന ഒരു വാസന അന്നത്തെ സഭകൾക്കുള്ളിലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത് മൂത്ത് പൂർണ്ണമായും ദൈവവചന വിരുദ്ധമായ കൂട്ടായ്മകളും സഭകളും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്ന തിരുവെഴുത്തുകൾക്ക് അന്നുള്ളതുപോലെ തന്നെയുള്ള പ്രത്യേകത ഇന്നുണ്ട്. അന്ന് ആരെങ്കിലും അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ് അവർക്ക് മനസ്സിലായത്. പാരമ്പര്യങ്ങളോ മതങ്ങളോ മതപുരോഹിതന്മാരോ മത നേതാക്കന്മാരോ നമുക്ക് സത്യം അറിയിച്ചു തരുന്നില്ല. പുതുതായി ഒരു സത്യം നമ്മെ അറിയിക്കേണ്ട ആവശ്യവുമില്ല. കാരണം സത്യം യേശുക്രിസ്തുവാകുന്നു. ആ സത്യം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരത് പരിശുദ്ധാത്മാവിൽ അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം അതിനെ സാക്ഷീകരിച്ചിട്ടുണ്ട്. ആദിമസഭ അത് നിവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ദൈവത്തെ അറിയാത്ത ജാതികളായ മനുഷ്യർ പോലും കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് പറയുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്തു സഭകൾ എന്ന് പറയുന്ന സഭകൾക്കൊന്നും ഈ പരിജ്ഞാനത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ: കർത്താവിന് അവരോട് കൃപ തോന്നണം. പ്രാരംഭമായി ഞാൻ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. ഞാനിന്ന് സംസാരിക്കുന്ന വിഷയവുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു വേദഭാഗം ആയതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിക്കാൻ എടുത്തിരിക്കുന്നത്. അതിൽ 3-ാമത്തെ വാക്യം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിക്കുന്ന, അവൻ ജോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതും ചൊവ്വായും ദുർഘടമായതും നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം കൂടി ഞാൻ ഇതിൻ്റെ ഒരു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്.
40:3 ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, ഈ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന് റെഫറൻസിന് വേണ്ടി പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഇതിൻ്റെ കുറിച്ചുള്ള പ്രവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 40-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതലാണ് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലും അത് പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്, കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു എന്നാണ് വായിക്കുന്നത്. നമുക്കറിയാം ഭൂരിഭാഗവും പ്രവചനങ്ങളായിരുന്നുവെന്നും നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിലേക്ക് വരുമ്പോൾ അനവധി പ്രവചനങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് ഒരു കാര്യം കാണുകയാണ്. താൻ കാണുന്നതാണ് ഇവിടെ പറയുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. മരുഭൂമിയിൽ യഹോവയ്ക്ക് യെശയ്യാവ് ഇതിനെ പ്രസ്താവിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അധരങ്ങളിലൂടെ യോഹന്നാൻ മരവുരി ചുറ്റി നിർജ്ജന പ്രദേശത്ത് നിന്ന് വിളിച്ചു പറയുന്ന കാര്യത്തെ ഒരു ദൃക്സാക്ഷി വിവരണമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഇങ്ങനെയാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് പറയുന്നത്. ഒരുത്തൻ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? യഹോവയ്ക്ക് ഒരു വഴിയൊരുക്കണം. ആർക്ക് വഴിയൊരുക്കണം? യഹോവയ്ക്ക് വഴിയൊരുക്കണം. ബൈബിൾ നാം പഠിക്കുമ്പോൾ യഹോവയെ കുറിച്ച് പറയുന്നത് പിതാവായ ദൈവത്തെയാണ് യഹോവ എന്ന നാമത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ യഹോവയെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അദൃശ്യനായവൻ, ആത്മസ്വരൂപൻ, അവനെ കണ്ടാൽ ആർക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ല, അവൻ അത്യധികമായ വെളിച്ചത്തിന് നടുവിൽ വസിക്കുന്നു. ഈ യഹോവ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു വഴി ഒരുക്കണം. എങ്ങനെയാണ് വഴി ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുകയാണ്, വളഞ്ഞത് ചൊവ്വാക്കണം, പെരുവഴി നിരപ്പാക്കണം, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. എന്ത് വെളിപ്പെടും? യഹോവയുടെ മഹത്വം വെളിപ്പെടും. യഹോവ വെളിപ്പെടും എന്നല്ല, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം എന്താണ് വഴി, എന്താണ് കുന്നുകൾ നിരപ്പാക്കുന്നത്? ഒരു ബുൾഡോസർ ഇടിച്ചു കൊണ്ടുവന്നിട്ട് ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു വലിയ വീതി കൂടിയ പാത ഉണ്ടാക്കുക എന്നാണോ? അങ്ങനെയാണെങ്കിൽ സ്വർഗം മുതൽ ഭൂമി വരെയും ആ പാത ഉണ്ടാക്കണം. അപ്പോൾ ആ പാത കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ആ കുന്നുകൾ ഉണ്ടെങ്കിൽ അത് ഇടിക്കണം, ഇടിച്ച് താഴ്വരകൾ ഉണ്ടെങ്കിൽ ആ ഇടിച്ച കുന്നിലെ മണ്ണ് കൊണ്ട് അവിടെ നിരത്തണം. അങ്ങനെ ആ വഴി നികത്തിയിട്ട് കുന്നും മലയും എല്ലാം ഇടിച്ച് കല്ലും പിറക്കി കളഞ്ഞ് മനോഹരമായ ഒരു റോഡല്ല ദൈവത്തിന്റെ വചനത്തിന്റെ ആശയം. ദൈവത്തിന്റെ വചനത്തിന്റെ ആശയം എന്താണ്? ദുർഘടമായ അല്ലെങ്കിൽ മനസാക്ഷി മറവിച്ച പാപം ചെയ്യുന്ന ക്രൂക്കടായ വഴികൾ നടക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാനായിട്ട് ഉള്ള ദൈവ പ്രവൃത്തിയെക്കുറിച്ച് യോഹന്നാൻ സ്നാപകനിലൂടെ നടത്താൻ പോകുന്ന ശുശ്രൂഷ ഏത് വിധമായിരിക്കും എന്ന് നമുക്കറിയാം. ഏത് വിധമാണ് യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പെരുവഴി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത്? ആ നാളുകളിലെ മതപുരോഹിതന്മാരെ, അതുപോലെ ആ നാളിൽ ദൈവവചനത്തിൽ ഊറ്റം കൊള്ളുകയും ആ വചനത്തിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്ന അന്നത്തെ പരീശ സമൂഹത്തെ, മതസമൂഹത്തെ കർശനമായി താക്കീത് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ നാശം അടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ കഠോരമായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഒരു ജനത്തെ മാനസാന്തരത്തിനായിട്ട് ഒരുക്കുന്നത്. ഇപ്പൊ യഹോവയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പെരുവഴി എന്താണ്? മാനസാന്തരപ്പെട്ട ഒരു തലമുറയെ ഒരുക്കുക എന്നുള്ളതാണ് പെരുവഴി ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ വിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച ലൂക്കോസിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട ഈ യെശയ്യാവ് ദർശനത്തിൽ കണ്ടവനായ പ്രവാചകൻ വന്നു. അവൻ മരുഭൂമിയിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. ഇതേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ തൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പാപങ്ങളെ ആ കാലഘട്ടങ്ങളിൽ മാനസാന്തര സ്നാനത്തിന് വേണ്ടി
കൂടിക്കൂടിയ ജനങ്ങളോട് അവൻ പറയുന്നത് വളരെ കഠോരമായ ഭാഷയാണ്. വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെച്ചിരിക്കുന്നു, എല്ലാം വെട്ടി തീയിലിടും എന്നൊക്കെയുള്ള കഠിനമായ ഭാഷ. ആരാണ് മാനസാന്തരത്തിനായി നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ചത്? അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എനിക്ക് പിന്നാലെ ഒരു വരുന്നുണ്ട്. ആരാണ് വരുന്നത്? യഹോവ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് ഈ സമയമായപ്പോഴേക്കും ആലടിയ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുന്നു. മത്തായിയിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തു ദൈവമേ ആലടിയ തൻ്റെ ജീവിതം ആരംഭിക്കുന്ന 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നോടിയായി യോഹന്നാൻ വിളിച്ചു പറയുകയും യോഹന്നാൻ പിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അതിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം യേശു തന്നെ ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. യേശു പിന്നെ ശിഷ്യന്മാരെയും മാനസാന്തരത്തിന്റെ സുവിശേഷ സന്ദേശവുമായിട്ട് ലോകത്തിലെമ്പാടും അയക്കുവാനായിട്ട് അവരെ നിയോഗിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണശേഷം പുനരുദ്ധാനത്തിന് ശേഷം ഒലിവുമലയിൽ സ്വർഗാരോഹണ സമയത്ത് അവരെ ജാതികളുടെ പട്ടണങ്ങളിലേക്കും ലോകരാഷ്ട്രങ്ങളിലേക്കും സുവിശേഷവുമായി അയക്കുവാൻ വേണ്ടി നിയോഗിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകേണ്ടത്? ഇവിടെ യെശയ്യാവ് 40 അധ്യായത്തിൽ വിളിച്ചു പറയുന്ന യഹോവയല്ലേ യേശുക്രിസ്തു? അല്ല എന്ന് പറയാൻ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ദൈവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഞങ്ങൾ ഈ മേഖലയിൽ ദൈവത്തിന് ഒരു ത്രിത്വമുണ്ടെന്നും ദൈവം ആലടിയ 3 ആളത്തങ്ങളുള്ള ഏക ദൈവമാണെന്നും ആ 3 ആളത്തങ്ങൾ സാരാംശത്തിൽ ഒന്നും ആളത്തങ്ങളിൽ വിഭിന്നവുമാണെന്നും അവർക്ക് ആരംഭമില്ലാത്തതും അവസാനം വരെ പൂർവ്വ നിത്യത മുതൽ അനന്ത നിത്യത വരെയും അവർ 3 വ്യക്തികളായി തുടരുകയും ചെയ്യുന്നുവെന്ന തൃത്വ സിദ്ധാന്തത്തെ അതിൻ്റെ മുന ഒടിച്ചു കളയാൻ ഞങ്ങളെ കൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, ദൈവം ഏകനാണെന്ന് പഴയ നിയമം മുഴുവനും യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരുടെ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. ആ അരുളി ചെയ്ത തൻ്റെ പ്രവചനത്തിൽ വരുന്ന യഹോവയ്ക്ക് വേണ്ടി ഒരുക്കൽ നടത്തുമ്പോൾ ആ യഹോവ വരുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ യഹോവ വന്നോ എന്ന് ചോദിച്ചാൽ യഹോവ വന്നു. എഴുതപ്പെട്ടതുപോലെ തന്നെ വിളിച്ചു പറയുന്നവരുടെ ശുശ്രൂഷയുടെ ആലടിയ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയമായപ്പോൾ ഒരു ചെറിയ കൂട്ടം ജനത്തെ യേശുക്രിസ്തുവിനായി ഒരുക്കിയ സമയത്ത് അവൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ആരംഭമായി രക്ഷാ നിർണയത്തിന്റെ പടവുകളിലേക്ക് കടന്ന് അവൻ പരസ്യമായ 3.5 വർഷങ്ങൾക്ക് ശേഷം യഹൂദ മതപ്രമാണികളാൽ ആലടിയെ കുറ്റം ചാർത്തപ്പെട്ട് ഏകനായിരിക്കുന്ന ദൈവത്തെ താൻ ദൈവമാണെന്നും ദൈവം തൻ്റെ പിതാവാണ് എന്നും പറഞ്ഞു എന്നുള്ള കുറ്റാരോപണത്തിന്റെ പേരിൽ വാസ്തവമായും ദൈവം അവന് പിതാവായിരുന്നു. അത് എന്ന് വെച്ചാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പൗലോസ് പറയുന്നത് പോലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യെശയ്യാ 40 പറയുന്ന യഹോവ ജഡവും രക്തവും ധരിച്ച് മനുഷ്യന്റെ പാപപരിഹാരത്തിന് കുഞ്ഞാടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും പാപപരിഹാര ബലികൾക്ക് പാപപരിഹാരം വരുത്തുവാൻ കഴിയാത്തത് കൊണ്ട് കാലത്തിന്റെ നിർണയ സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന്റെ അക്കോർഡിംഗ് ടു ദ ഫുൾനെസ് ഓഫ് ദ ടൈം വാസ് കം എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ നിർണയിക്കപ്പെട്ട സമയം വന്നപ്പോൾ അവൻ ഒരു ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടത്, തൃത്വത്തിലുള്ള ഒരു ദൈവമല്ല. ഏകനായ ദൈവം വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ ജഡത്തിൽ വെളിപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നതും യോഹന്നാൻ ആ ശുശ്രൂഷ നിർവഹിച്ചതും. യോഹന്നാൻ പറഞ്ഞതുപോലെ യോഹന്നാനാണ് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ, യോഹന്നാൻ വിളിച്ചു പറയുന്ന യഹോവയാണ് തൻ്റെ പിന്നാലെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം നിങ്ങൾക്കുണ്ട്. അത് ബൈബിളിനല്ല, നിങ്ങളുടെ തലയ്ക്കാണ് അതിൻ്റെ കുഴപ്പം എന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരിക. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം യേശു മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ യേശു പറയണ, ആ സമയത്ത് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ ശിശുക്കളെ പോലെയുള്ള നിർമ്മല ഹൃദയമുള്ളവർ
ബൈബിൾ ഏതെങ്കിലും തിയോളജിക്കൽ സെമിനാരിയിൽ പോയി ഏതെങ്കിലും മതസിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ പഠിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അമ്മ അപ്പൻ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന നിഷ്കളങ്ക മനസാക്ഷിയുള്ളവരോടായിരിക്കുന്നവർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന സത്യമാണ് ഇതെന്ന് യേശു പറയുകയാണ്. അത് നീ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു. എന്നിട്ട് പറയുന്നത്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിനാ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലതും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ആരെന്ന് പിതാവ് വെളിപ്പെടുത്തണം, പിതാവ് ആരെന്ന് യേശു വെളിപ്പെടുത്തണം. യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒന്നാകുന്നത്? അപ്പോൾ ദൈവം, അരൂപിയും ആത്മാവുമായ ദൈവം ജഡത്തിൽ ദൈവത്തിന്റെ ജഡധാരണമാണ് അവിടെ നടക്കുന്നത്. അത് ദൈവത്തിൽ ഒരു രണ്ടാമത്തെ വ്യക്തിയെ ഉളവാക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്, പ്രത്യക്ഷതയാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ബലി സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒന്നാമത്തെ കാലഘട്ടത്തിൽ, യെശയ്യാവിന്റെ പ്രവചന കാലഘട്ടത്തിൽ പ്രവചനം കേട്ടവരായ യഹൂദന്മാരോ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം സന്യദ്രി സംഘത്തില് വായിച്ച് സബത്ത് തോറും വായിച്ച് കേൾക്കുകയും ചെയ്തു വന്നിരുന്ന അന്നത്തെ യഹൂദ മത അനുസാരികളോ മതപണ്ഡിതന്മാരോ പുരോഹിതന്മാരോ പോലും അവർക്ക് മനസ്സിലാക്കാൻ വെളിപ്പാടിനാൽ കഴിയാത്ത ഒരു സത്യമാണ്. എന്താണ് ഈ പറയപ്പെട്ടിരിക്കുന്നത് പോലെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി ജീവിച്ചത് കർത്താവ് യേശുക്രിസ്തുവാണെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം വരുമെന്നും അത് അവർ കേട്ടാലും അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ലെന്നും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതും യെശയ്യാ പ്രവചനം 6:9-10 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നാം വായിക്കുന്നത്, അതിന്റെ റെഫറൻസിലേക്ക് വരുമ്പോൾ ന്യൂ ടെസ്റ്റമെന്റിൽ മത്തായി അതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ദൈവം നിർണയിക്കാതെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാതെ യേശു ആരെന്ന് വെളിപ്പെടുവാൻ സാധാരണ മനുഷ്യബുദ്ധിക്കോ സെമിനാരികളുടെ അവരുടെ പാഠ്യപദ്ധതികൾക്കോ കഴിയില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ മൂഢനായ മനുഷ്യനാണ്. കാരണം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പോലും അവർ പ്രത്യാശ വെച്ചിരുന്ന തങ്ങളുടെ മെസ്സിയ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മെസ്സിയെ കുറിച്ചുള്ള അവരുടെ ധാരണ മറ്റൊന്നായിരുന്നു. അവൻ സാധാരണ ഒരു ഇസ്രായേലിൽ മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെ ഒരു രാജ്യസ്ഥാപകനായിട്ട് മാത്രമാണ് അവരെ കണ്ടത്. എന്നാൽ അവന്റെ ആത്മീയ രാജ്യത്വം തുടർന്ന് വരുന്ന 1000 ആണ്ടത്തെ ഈ ഭൂമിയിലെ രാജ്യത്വവും സംബന്ധിച്ചുള്ള അനവധി തിരുവെഴുത്തുകൾ അവരുടെ കൈവശം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ആ മെസ്സിയ വരുമ്പോൾ അവന് നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളെയും അവൻ മരിക്കേണ്ടുന്ന മരണത്തെയും പിന്നെ വരുന്ന മഹിമയുള്ള പുനരുദ്ധാനത്തെയും ജീവിതത്തെയും കുറിച്ച് അവർക്ക് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് പറയുകയാണ്, അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഞാൻ അവരെ അവരുടെ ഹൃദയത്തെ മന്ദമാക്കിയിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു തന്നെ സ്വന്തം വായാൽ അത് കോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിനെ അറിയുക, ഏക ദൈവത്തെ അറിയുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടുന്ന ഒരു വെളിപ്പാടാണ്. അന്ന് യഹൂദന്മാർക്ക് മനസ്സിലാകാതെ പോയത് നമുക്ക് മനസ്സിലാകുന്ന വണ്ണം അന്ന് യഹൂദൻ അന്നും എന്നും വിശ്വസിക്കാത്ത പുതിയ നിയമ പുസ്തകങ്ങൾ, മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ പുസ്തകങ്ങൾ മലാഖി കൊണ്ട് അവസാനിക്കുന്ന. അപ്പോ അന്ന് വരെയും വിശ്വസിക്കാത്ത യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് തിരിച്ചറിയാത്തവർ ഇനി രണ്ടാമത്തെ വരവ് ഹല്ലേലൂയ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ ഒന്നാമത്തെ വരവ് വിശ്വസിക്കുകയും രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പെന്തക്കോസ്തൽ സമൂഹം അടക്കമുള്ള ദൈവവചന വിശ്വാസികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇന്നും ബൈബിളിലെ ഏക ദൈവത്തിന്റെ പ്രത്യക്ഷതയായിരുന്നു യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവെന്നും അത് അവൻ ഒരു പാപപരിഹാര യാഗമായി തന്നെ
നമുക്ക് വീണ്ടെടുപ്പുകാരനായി തന്നെ അർപ്പിക്കേണ്ടതിന് വന്നുവെന്നും അങ്ങനെ തൻ്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയെ ചേർക്കുവാൻ താൻ തന്നെ വരുമെന്നും അതിനുശേഷം വീണ്ടും യഹൂദന്മാരുമായിട്ടുള്ള അവൻ്റെ ദൈവമേ കണക്ക് തീർക്കുവാൻ അല്ലെങ്കിൽ ഉടമ്പടി സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അവൻ ഒലിവുമലയിൽ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്ന യഹോവ പ്രത്യക്ഷമാകുമ്പോൾ അവർ അന്ന് തിരിച്ചറിയും അത് മെസ്സിഹ ആയിരുന്നു. മെസ്സിഹ മുമ്പ് വന്നിരുന്നു, തങ്ങളോ അറിഞ്ഞില്ല എന്ന്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും ഇതേ ഗതിയാണ് ഉണ്ടായത്. കാരണം കർത്താവ് അവരുടെ കൂടെ നടന്നിട്ടും അവൻ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നപ്പോൾ, കർത്താവ് യേശു അവരുടെ ബുദ്ധിയെ തുറന്നപ്പോൾ അവർക്ക് അവരുടെ പുനരുദ്ധാന നായകനെ, അവർ പ്രത്യാശ വെച്ചിരുന്ന വാഗ്ദത്ത മെസ്സിഹയെ അവർക്ക് കാണാൻ കഴിഞ്ഞതുപോലെ ഇന്നും ദൈവത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യഹോവയായ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാകുന്ന ഏക ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയായി ഭൂമിയിൽ വന്ന് രക്തസാക്ഷിയായി നമുക്ക് വേണ്ടി പാടുപെട്ട് മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ പഴയ നിയമത്തിൽ യഹോവയാണ്, പുതിയ നിയമത്തിൽ അവൻ യേശു ക്രിസ്തുവാണ്. ഇന്ന് അവന്റെ വിശുദ്ധ സഭയെ ഒരുക്കുവാൻ സഭയ്ക്കുള്ളിൽ അവൻ പരിശുദ്ധാത്മാവായി വർത്തിക്കുന്നു. അങ്ങനെ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും 3 ഘട്ടങ്ങളിലൂടെ ദൈവം തൻ്റെ ജനതയെ വീണ്ടെടുത്ത് തന്നോട് ചേർത്ത് കൊണ്ടുപോകേണ്ടതിന് ദൈവത്തിൻ്റെ ത്രിവിധ പ്രവർത്തനങ്ങളെയാണ് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുള്ളൂ. ആ 3 വിധ പ്രവർത്തനങ്ങൾ ഒരു 3 ദൈവത്തെ ഉണ്ടാക്കുന്നില്ല, 3 വ്യക്തികളെ ഉണ്ടാക്കുന്നില്ല. അത് ഒരു ദൈവത്തിൻ്റെ വിവിധമായ വേലകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ അത് തന്നെയാണ്. നമ്മൾ ചിലരെങ്കിലും ഒരു വിവാഹം കഴിച്ചവരാണെങ്കിൽ നമ്മൾ ചിലരെങ്കിലും ഒരു സ്ത്രീയുടെ ഭർത്താവാണ്, കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പിതാവാണ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളാണ്. നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ പദവി നമുക്ക് ടീച്ചറായിട്ടോ പ്രൊഫസറായിട്ടോ വക്കീലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കളക്ടറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടുള്ള പദവികൾ നമുക്കുണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും സാമൂഹിക സംഘടനകൾ പ്രവർത്തിക്കുന്നുള്ള സംഘടനയുടെ ഭാരവാഹിത്വങ്ങൾ നമുക്കുണ്ട്. അത് ചെയർമാൻ എന്നോ പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നോ കമ്മിറ്റി മെമ്പർ എന്നോ ഒക്കെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ പേരുകളല്ല. നമുക്കൊരു പേരേ ഉള്ളൂ. ഈ പേരിൽ ഈ പദവികളിലെല്ലാം ഇരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി നമ്മുടെ ഒരാളുടെ പേരായ നാമമാണ്. ആ നാമമേ ഉള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. അതുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൂതൻ യോസഫിനോട് പറയുന്നത് മറിയയെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദകമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് അവളൊരു മകനെ പ്രസവിക്കും, നീ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് യേശു എന്ന് പേരിടണം എന്ന് പറയുന്നു. അപ്പോൾ യേശു ആരാണ്? ദൈവത്തിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അല്ലെങ്കിൽ ദൈവം വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടുന്നതാണ്, അല്ലെങ്കിൽ യഹോവ യേശുവ ആയി തീരുന്നതാണ്. യഹോവ രക്ഷകനായി വെളിപ്പെടുമെന്ന് പറയപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിലെ അസംഖ്യമായ പ്രവചനങ്ങളുടെ ഉദ്ധരണികളുടെ നിറവേറലാണ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ജീവിതവും മരണവും അടക്കവും പുനരുദ്ധാനവും വഴി നിറവേറ്റപ്പെട്ടത് എന്ന് ബൈബിൾ വെളിപ്പെടുത്തി പറയുന്ന സത്യങ്ങളിലേക്ക് മടങ്ങി വരാതെ നമുക്ക് ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് തിരുവെഴുത്തിൽ പ്രകാരം നാം യേശു ക്രിസ്തുവിനെ ആരായിട്ട് തിരിച്ചറിയണം? യേശു ക്രിസ്തു നമ്മുടെ ദൈവമായിട്ട് തിരിച്ചറിയണം. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. യേശു ക്രിസ്തു അല്ലാതെ നമുക്കൊരു പിതാവില്ല. അവൻ പിതാവായും പുത്രനായും പരിശുദ്ധ ആത്മാവായും നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 പേർ പറയുന്നത്, അതുകൊണ്ട് അവൻ മീതെ, നമുക്കെല്ലാവർക്കും മീതെ പിതാവായി നമ്മോട് കൂടെ യേശുവായി പരിശുദ്ധാത്മാവായി നമ്മിൽ വ്യാപരിക്കുന്ന ആ തിരുവെഴുത്തിൽ പറയുന്ന ആ ശരിയായ സത്യങ്ങളുടെ വെളിച്ചത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ പറയാണ്, ഇവിടെ എഴുതിയിരിക്കണം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ എന്ന് വെച്ചാൽ ദൈവം ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി
എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ 3 ദൈവങ്ങളുടെ സിദ്ധാന്തം കിട്ടിയത്? അതൊരു കൊലയാളിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അവനാണ് ത്രിത്വ ദൈവത്തിന്റെ നാമത്തിൽ 3 പദവികളുടെ നാമത്തിലുള്ള സ്നാനം ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത്. ഇത് ഉൽപ്പത്തിയുടെ നാളുകളിൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന ത്രിത്വ വിശ്വാസത്തിന്റെ ദൈവമേ ഒരു പുതിയ വേഷം, ഒരു പുതിയ കുപ്പിയിലേക്ക് പകർന്നുകൊണ്ടെന്നാണ് അത് കത്തോലിക്ക സഭയാണ് ലോകത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടുവന്നത്. പിന്നാലെ വന്ന എല്ലാ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റൽ സഭകളും അത് ഏറ്റുപിടിച്ച് അവർ തളിക്കുമ്പോൾ ഇവർ മുക്കുന്നു എന്നുള്ളതിൽ നിന്നും മറ്റ് വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിളിച്ചു പറഞ്ഞ് യഹോവ ആണ് വന്നത്. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ പല ആവശ്യങ്ങളുടെ നേരത്തും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിയാതെ ആരാധിക്കുന്നു. അതുകൊണ്ട് യേശു സമരിയക്കാരത്ത് പറഞ്ഞ പോലെ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ് ആരാധിക്കുന്ന, ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ആൽറെഡി അവൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പർദീസിലേക്കുള്ള പ്രവേശനത്തിന് തിരുവെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിന്റെ വിശുദ്ധ സഭയുടെ ഭാഗമാകാൻ, ഏതെങ്കിലും ഇംഗ്ലീഷിലെ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളിൽ സ്ഥാപിതമായ പെന്തക്കോസ്റ്റൽ സഭകളിലേക്കല്ല, ക്രിസ്തുവിന്റെ ആത്മീയ ശരീരത്തിലേക്ക് ചേർത്ത് കൊള്ളപ്പെടാൻ പോകുന്ന തേജസ്സുള്ള ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുവാൻ, നിങ്ങൾ ഈ വചനങ്ങളെ കേൾക്കുക മാത്രമല്ല ഇത് പരിശോധിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവസരം വേർതിരിച്ചു എന്ന ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്ക് എല്ലാവർക്കും, ഒപ്പം ദൈവമേ ആലടിയ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ടും ഈ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം എളിയ ദാസന് നൽകിയതിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.